ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രിപ്പ് പോയ വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പോകണമെന്നല്ലേ, ഫോർച്യൂൺ ടൂർസിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ പാക്കേജിലാണ് നമ്മൾ പോയത്. ഡൽഹി, ആഗ്ര, ജയ്പൂർ, അങ്ങനെ ഒരു ഗോൾഡൻ ട്രയാങ്കിൾ ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി, ഉച്ച ആകുമ്പോഴത്തേക്കും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോണത് കുത്തബ് മിനാർ കാണാനാണ്. അപ്പോൾ ആദ്യം പോയത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പുസ്തകത്തിൽ മാത്രം കണ്ടിട്ടുള്ള ആ കുത്തബ് മിനാർ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണല്ലോ കുത്തബ് മിനാർ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തിട്ടിരുന്നത് കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ പണിതീരാത്ത ബിൽഡിങ്സും പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ പറയുന്ന വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. പിന്നെ നമ്മളിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതിന് ശേഷം പോയത് അക്ഷർധാം ടെമ്പിളാണ്. അവിടെ ക്യാമറ അലൗഡ് അല്ല, ഫോണ്, ബാഗ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഫോർച്യൂൺ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഹോട്ടൽസും ഫുഡും എല്ലാം നല്ല തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിൽ ഒരാളിരുന്ന് പാട്ടൊക്കെ പാടലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് പൊതുവേ എനിക്കിഷ്ടമാണ്. എന്നാലും നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചു. ഓരോ ദിവസം ഓരോ ഫുഡും ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ റൂമൊക്കെ അത്യാവശ്യം വലുത് തന്നെയായിരുന്നു. ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ കട്ടിലും ബെഡൊക്കെ അവർ തന്നിരുന്നു. നല്ല റൂം തന്നെയായിരുന്നു. പിന്നെ അടുത്ത ദിവസം ഡൽഹി തന്നെ ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുറേ പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു ഫസ്റ്റ് ഡേ. പിന്നെ 5ാമത്തെ ദിവസമായപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും ഒരു കുടുംബം പോലെയായി, ഭയങ്കര ക്ലോസായി. എല്ലാവരും നല്ല ആൾക്കാർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം മോള് എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുക്കണം, നമുക്ക് ആ ഒരു മെമ്മറി ആണല്ലോ. പിന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഡൽഹിയിലത്തെ ആ ഒരു ഫോഗൊക്കെയാണ് കേട്ടോ കാണുന്നത് രാവിലെ. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ലോട്ടസ് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പിൾ എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അകത്തൊന്നുമില്ല, ഒരു ഹാളാണ്. ഈ ബഹായി ഫെയ്ത്തുള്ള ആൾക്കാർ ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണിത്. അവിടെ നമുക്ക് മൊബൈലൊന്നും ഉള്ളിൽ കൊണ്ടുപോകാം, സൈലൻറ്റിൽ വെക്കണം. സൈലൻ്റായിട്ട് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഏത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും പോവാം. അങ്ങനെയുള്ള ഒരു സ്ഥലം കേട്ടോ. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ വരുന്നത് ഹുമയൂൺ ടൂംബ് കാണാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഗേറ്റായിരുന്നു നമ്മൾ ആദ്യം കടന്നത്. അങ്ങനെ 1-2 ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ ടൂംബിലേക്ക് എത്തുക. ഇതിപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ പിക്ചേഴ്സ് വെച്ച ബോർഡുകൾ കാണാം. അതിൽ ഈ ചരിത്രങ്ങളൊക്കെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഫോറിനേഴ്സിനൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടും അറിയാത്തവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് ഹുമയൂൺ ടോംബിൻ്റെ ആ ഒരു എൻട്രൻസ് കേട്ടോ. ഹുമയൂൺ മരിച്ച ശേഷം കുറേ വർഷം കഴിഞ്ഞിട്ടാണ്, 10-14 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഈ ഒരു ടോംബ് പണിയിപ്പിച്ചത് കേട്ടോ. അവിടുത്തെ മണ്ണ് പോലും ഒരു റെഡ് കളറാണ്, ഒരു പിങ്ക് കളറാണ് മണ്ണ്. അപ്പോൾ ഈ ബിൽഡിംഗ് കെട്ടിയിരിക്കുന്നതും റെഡ് സാൻഡ് സ്റ്റോണിലാണ്. അപ്പോൾ ഇത് കണ്ടിട്ട്, ഇത് താജ്മഹലൊക്കെ കെട്ടുന്ന മുമ്പുള്ളതാട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഷാജഹാൻ താജ്മഹൽ കെട്ടിയെന്നൊക്കെയാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റാർ പോലൊരു ഡിസൈൻ കണ്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ മൊത്തം ഈ ഒരു സ്റ്റാറിൻ്റെയൊക്കെ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. പല ഭാഗത്തും അത് തന്നെ കാണാൻ പറ്റുക. അതേപോലെ അതിൻ്റെ പുറത്തും കുറേ കല്ലറുകളൊക്കെ ഉണ്ടായിരുന്നു. അകത്തും ഹുമയൂണിൻ്റെ മാത്രമല്ല, ഇവരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ പറഞ്ഞു, എനിക്ക് മറന്നുപോയി കേട്ടോ. അങ്ങനെ കുറേ കല്ലറുകളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് കേട്ടോ ഹുമയൂണിൻ്റെ ആ ഒരു കല്ലറ. അതിന് പുറത്ത് കാണുന്നതും ഇതുപോലെ ടോംബുകളൊക്കെ അത് അവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരാണ്, സഹോദരിമാരുടെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് റോഡ് ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ അതിനുവേണ്ടി താഴത്തെ കൂടെ ഒരു വഴിയുണ്ട് അണ്ടർഗ്രൗണ്ടിൽ. അതിലേ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇന്ത്യ ഗേറ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വാർ മെമ്മോറിയലാണ്. നമ്മൾ 1914 മുതൽ 21 വരെക്കും ഇന്ത്യൻ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരു 72,000 എബവ് സോൾജേഴ്സ് മരിച്ച ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കിട്ടിയതാണ്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ രാജ്ഘട്ടിലേക്കാണ് പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സമാധിയാണ്. അവിടെ ഒരു ചില്ലുകൂട്ടിൽ കണ്ട ഒരു വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടുണ്ട്. ഈ കാണുന്നത് രാജീവ് ഗാന്ധിൻ്റെയാണ് കേട്ടോ.
നമ്മൾ ഈ സ്ഥലമൊക്കെ രാജീവ് ഗാന്ധി ചീത കത്തിക്കുന്നതൊക്കെ ടി വിയിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നേരിട്ട് അത് കാണുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ്, അതേ ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ദിരാഗാന്ധിൻ്റെയും. നല്ല ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അത്. ആ കാണുന്നില്ല ഒരു കല്ലിൻ്റെ അവിടെയാണ് ഇതാണ് ഇന്ദിരാഗാന്ധിൻ്റെ. അതിൻ്റെ അവിടെ എന്താണോ ഈ ശില അങ്ങനെ വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ നമ്മൾ പോണ വഴിക്കാണ് ഇത് പാർലമെൻറ്റ് ഹൗസ് പഴയതും പുതിയതൊക്കെ അങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത് പോണത് ഗാന്ധിജിയുടെ വീട്ടിലേക്കാണ്. ഗാന്ധിജി അവസാന മരണസമയത്തൊക്കെ താമസിച്ചിരുന്ന ആ ഒരു വീടാണിത്. ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും ഗാന്ധിജിയുടെ കണ്ണട, വടി അങ്ങനെയുള്ളതൊക്കെ കാണാൻ കണ്ടില്ലേ, പുസ്തകങ്ങളും ചർക്ക. അപ്പോൾ ഗാന്ധിജി കൊല്ലപ്പെടുന്ന ആ ഒരു ദിവസം വൈകുന്നേരം നടന്നു പോകുന്ന വഴിയാണ് ആ കാൽപ്പാട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. ആ നടന്ന് പോയി ആ കയറി ആ ഒരു മണ്ഡപം പോലെ കാണുന്നത്, അവിടെ വെച്ചിട്ടാണ് ഗാന്ധിജിക്ക് വെടിയേൽക്കുന്നതും മരണപ്പെടുന്നതൊക്കെ കേട്ടോ. ഈ സ്ഥലത്താണ് ഗാന്ധിജി മരിച്ചത്. പിന്നെ നമ്മളെ കൊണ്ടുപോയത് ഇന്ദിരാഗാന്ധിയുടെ വീട്ടിലേക്കാണ്. ഇന്ദിരാഗാന്ധിയുടെ വീടാട്ടോ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന സാരിയൊക്കെയാണ് അത്. ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, കണ്ണട, വാച്ച് അങ്ങനത്തെയൊക്കെ. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഇന്ദിരാഗാന്ധി. ഇവിടെ വന്ന് കാണുമ്പോഴാണ് മനസ്സിലാവുക കേട്ടോ. ഇന്ദിരാഗാന്ധിൻ്റെ കല്യാണ സാരിയൊക്കെയാണ് ആ തൂക്കിയിട്ടുണ്ടായിരുന്നത്, കോട്ടൻ്റെയൊക്കെ. ഇതൊക്കെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങൾ, ഓരോ രാജ്യക്കാർ കൊടുത്തതൊക്കെ. ഇത് നമ്മൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അവരുടെ വീടിൻ്റെ ലിവിങ് റൂമും ഡൈനിങ് റൂമും ഇതൊക്കെയാണ്. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതും ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. പുറത്തെ ഗാർഡനിലേക്ക് കണ്ടോ ആ ഒരു ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് അവരുടെ ഗാർഡ്സ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ ഇത് ഡൽഹിയിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ, ഇത് റോഡ് സൈഡിലുള്ളത്. അങ്ങനെ നമ്മൾ അന്ന് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. അന്നത്തെ ഡേ ഫുള്ള് കഴിഞ്ഞു. പിന്നെ ഇത് മൂന്നാമത്തെ ദിവസം നമ്മൾ ആഗ്രയിലേക്ക് പോവുകയാണ് കേട്ടോ. രാവിലത്തെ കാഴ്ചയാണ് ഇതൊക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിലാണ് പോണത്. അവിടെ നിന്ന് 240 കിലോമീറ്റർ ദൂരമുണ്ട് ആഗ്രയിലേക്ക്. ആഗ്രയിൽ നിന്ന് ജയ്പൂരിലേക്കും അത്ര തന്നെ ദൂരമുണ്ട്. ജയ്പൂരിൽ നിന്ന് ഡൽഹിക്കും അത്ര തന്നെ ദൂരമാണ്. അതുകൊണ്ടാണ് ഗോൾഡൻ ട്രയാങ്കിൾ എന്നുള്ള ഒരു പേര്. ഈ ഒരു 3 സ്ഥലം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ആണ് വരിക. അങ്ങനെയാണ് അതിന് പേര് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പെട്ടെന്ന് എടുത്ത് ചെറിയ ക്ലിപ്പായിട്ട് എടുക്കുന്നത് 5 ദിവസത്തേതല്ലാതെ കാണിക്കാൻ പറ്റില്ല ഒരു വീഡിയോയിൽ. അതുകൊണ്ടാട്ടോ ചുരുക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. 4 മണിക്കൂറോളമൊക്കെ യാത്ര ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ബോറടിച്ചില്ല. എല്ലാവരും നല്ല എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പാട്ടും അന്താക്ഷരിയൊക്കെ കളിച്ചിട്ട് ആഗ്ര എത്തിയതേ അറിഞ്ഞില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആഗ്ര എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കാണാൻ പോണത് ആഗ്ര ഫോർട്ടാണ് കേട്ടോ. ഒരുപാട് സ്റ്റോറീസും ചരിത്രമൊക്കെ പറയാനുള്ള ഒരു ഫോർട്ടാണ് ഇത്. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല, ചെറിയ കാര്യങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അക്ബർ, ഹുമയൂൺ പണിതതാണ്. പിന്നെ അവിടെ നിന്ന് അക്ബർ, അങ്ങനെ തലമുറകളായിട്ട് വന്നിട്ടുള്ള ഒരു ഫോർട്ടാണിത്. ഈ പുറത്ത് കാണുന്നത് ജഹാംഗീറിൻ്റെ ബാത്ത് ടബാട്ടോ. ഒരൊറ്റ കല്ലിലുണ്ടാക്കിയതാണ്. പുറത്ത് ഇങ്ങനെ 2 സ്റ്റെപ്പൊക്കെ കാണാം. അതിനൊക്കെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുറത്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഷാജഹാൻ വീട്ടുതടങ്കലിലായതും ഈ ഒരു ഫോർട്ടിൽ തന്നെയാണ്. ഔറംഗസീബ് സ്വന്തം പിതാവിനെ വീട്ടുതടങ്കലിൽ വെച്ചിരുന്നു, ഹൗസ് അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. 8 വർഷത്തോളം അദ്ദേഹം മരണപ്പെട്ടതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതുണ്ടാവും. ഈ പുറത്ത് കൂടെ നോക്കിയാൽ താജ്മഹൽ കാണാം. കുറേ വിൻഡോസ് ഉണ്ട് അവിടെ. ഏത് വിൻഡോയിൽ കൂടെ നോക്കിയാലും താജ്മഹൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് പിന്നെ ഷാജഹാൻ വീട്ടുതടങ്കലിലായിട്ടുണ്ടായിരുന്നത്. കാരണം ആൾക്ക് ഇത് കൂടെ നോക്കിയിട്ട് മുംതാസ് മഹലിൻ്റെ താജ്മഹൽ കാണും. മുംതാസ് മഹൽ കിടക്കുന്ന ആ താജ്മഹൽ കാണും. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. അവിടെ അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം നല്ല വില കൂടിയ ജെംസൊക്കെയാണ് അതിൽ പതിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അതൊക്കെ അടർത്തിക്കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ അത് അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. ആരെയും കയറ്റാതെ പുറത്തുനിന്ന് നോക്കുക. ഇവിടെ വെച്ചിട്ടാണ് ഷാജഹാൻ മരണപ്പെട്ടൊക്കെ. ആ ഫൗണ്ടൻ കണ്ടോ? ഫൗണ്ടനിലൊക്കെ വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിൽ പതിപ്പിച്ച കല്ലുകളൊക്കെ കാർപ്പറ്റ് വിരിച്ച പോലെ ആ ഒരു ഡിസൈനിൽ വരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കോട്ടൻ്റെ പുറത്തുള്ള കിടങ്ങും. അതിൻ്റെ മുന്നേ കണ്ടത് പ്രജകളോട് സംസാരിക്കണൊക്കെ ഒരു സ്ഥലം ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോണത് താജ്മഹൽ കാണാനാണ്. ഒരു എൻട്രൻസ് കഴിഞ്ഞു. ഇതാണ് മെയിൻ എൻട്രൻസ് താജ്മഹലിൻ്റെ. അപ്പോൾ 22 വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു 11 മുകളിൽ കണ്ട ഒരു ഡോം, അങ്ങനെ ഒരു സൈഡിൽ 11 ബാക്ക് സൈഡിൽ 11, അങ്ങനെ 22 വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കാണിക്കാനൊക്കെ കേട്ടത്. അപ്പോൾ മെയിൻ എൻട്രൻസിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ താജ്മഹൽ വളരെ അടുത്ത് നിൽക്കണ പോലെ തോന്നുമല്ലോ. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്റ്റിക്കൽ ഇല്യൂഷനൊക്കെ ഉണ്ട്. നമുക്ക് കണ്ണിനെ നമ്മളെ പറ്റിക്കണ പോലെയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് താജ്മഹൽ ഒരുപാട് ബാക്കിലാണ് നിൽക്കുന്നത്. നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലൊക്കെ കുറച്ച് പാടായിരുന്നു.
എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് ആ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് ഉള്ളിൽ കയറുമ്പോഴേക്കും താജ്മഹൽ ഒരുപാട് ബാക്കിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാനൊക്കെ പിക്ചറിലേ കണ്ടിട്ടുള്ളൂ, മൂവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ, പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരുപാട് ഭംഗിയുണ്ടായിരുന്നു. നമുക്കതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പുറത്തെ കാര്യങ്ങൾ മാത്രമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതിലും ഓപ്റ്റിക്കൽ ഇല്യൂഷൻ ഒരുപാട് ഉണ്ട്. അവർ ചെയ്ത നിർമ്മിതികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എനിക്ക്. ഒരുപാട് കണ്ണിന് അത്ഭുതം നൽകുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലത്തെ വർക്കുകളും ഓക്കെ കേട്ടോ. അതാ യമുന നദിയാണ് പുറകിൽ ഒഴുകുന്നത്. അതിൻ്റെ അപ്പുറത്താണ് ഷാജഹാൻ ഒരു റെഡ് കളറിൽ കാണുന്നുണ്ട്. അവിടെയും ഇതുപോലെ താജ്മഹൽ പോലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സ്വയം ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടായിരുന്നു. അപ്പോൾ പൈസ ഒരുപാട് ഇതിൽ തന്നെ ചിലവാക്കിയത് കൊണ്ട് മോന് അത് സമ്മതിക്കാതെയാണ് ഹൗസ് അറസ്റ്റ് ചെയ്ത് വെച്ചെന്നൊക്കെയാണ് അവർ പറഞ്ഞത് കേട്ടോ, ഔറംഗസീബ്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ആഗ്രയിൽ നിന്ന് നേരെ ഇനി ജയ്പൂരിലേക്ക് പോവാണ്. ആ ഒരു രാജസ്ഥാൻ എൻട്രി ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു കൾച്ചറേ മാറി. അവിടുത്തെ ആർട്ട് വർക്കും എല്ലാം കാണാൻ പറ്റും നമുക്ക് പോണ വഴിക്ക്. അപ്പോൾ ആ കാണുന്നത് വെള്ളത്തിൽ കണ്ടോ ഒരു ഫോർട്ട്, അത് ജൽ മഹലാണ് കേട്ടോ. അല്ലെങ്കിൽ പകുതി വെള്ളത്തിൻ്റെ അടിയിലും പകുതി മുകളിലും അങ്ങനെയൊക്കെയാണ്. നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല. ഇതിപ്പോൾ നമ്മൾ ആംബർ ഫോർട്ട് കാണാൻ പോവുകയാണ്. പോണ വഴിക്ക് കണ്ടോ ആനസവാരിയൊക്കെ കാണാൻ പറ്റും. ഒരു മലേൻ്റെ മുകളിലാണ്, നമ്മളെ ജീപ്പിലൊക്കെയാണ് അങ്ങോട്ട് കൊണ്ടുപോയത് കേട്ടോ. അപ്പം നമ്മൾ ഫോർട്ടിലെത്തി. ആ ഫോർട്ടിൽ ഇവിടെ ആണ് പിന്നെ ജോധ അക്ബർ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടും കൂടെയാണത് കേട്ടോ. ഇവിടെ പറയാനായിട്ടാണെങ്കിൽ ഒരുപാട്, അതായത് നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്താണെന്ന് ഓർക്കണം. അവിടുത്തെ പണികളും സെറ്റപ്പുകളും ഒക്കെ, അതായത് സമ്മറിൽ ചൂട് കൂടുമ്പോൾ തണുപ്പിക്കാനുള്ള റൂമും തണുപ്പുള്ള സമയത്ത് ചൂട് കൂട്ടാനുള്ള റൂമുകളൊക്കെ അവിടെ ഉണ്ട്. അതിനൊക്കെയുള്ള സംവിധാനത്തോടു കൂടിയാണ് അവർ ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഗസ്റ്റുകൾക്ക് വരാനുള്ള സ്ഥലങ്ങളും അതേപോലെ കോട്ടയാടാണത്. പിന്നെ ആ ഫോർട്ടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴത്തെ എല്ലാ കാണുന്ന കാഴ്ചകളാണ്. ആ ഒരു സ്ഥലം മൊത്തത്തിൽ തന്നെ കാണാൻ പറ്റും. അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഫോർട്ട് നിൽക്കുന്നത് കേട്ടോ. ആ ഒരു രാജസ്ഥാനി വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ രാജസ്ഥാനി ബെഡ്ഷീറ്റ് കാർപ്പറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു ഡിസൈൻസൊക്കെ ഇല്ലേ, ഇതൊക്കെ ആണ് ആ ചുമരിലുള്ളത്. കാരണം അവരുടെ ആ ഒരു രാജസ്ഥാനിൻ്റെ തനതായ ഡിസൈൻസാണ്. ഈ സീലിങ്ങിൽ കാണാനൊക്കെ ഉണ്ടാവും. ശരിക്കത്തെ റിയൽ ഗോൾഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് അത്രയും മുകളിലായതുകൊണ്ട് ആൾക്കാരത് അടർത്തി കൊണ്ടുപോകാത്ത കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു വിൻ്റർ സമയത്ത് ചൂട് കൂട്ടണ ആ ഒരു റൂം അത് ഇതാണ്. ശീഷ് മഹൽ എന്തോന്ന് പറഞ്ഞു പേരവർ. അത് ഫുള്ളും ആ ഒരു കണ്ണാടി പോലെ കാണുന്ന കണ്ടോ, അതിലേക്ക് വെളിച്ചം അടിക്കുമ്പോൾ അതിൽ നിന്നൊരു ചൂട് പുറത്തേക്ക് വരും. അങ്ങനെ എന്തൊക്കെയാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ചൂട് സമയത്ത് തണുപ്പാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഒരു റൂമുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അതും. ഗൈഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ താഴത്തുനിന്ന് വെള്ളം കൊണ്ടുപോയി മുകളിലത്തെ ടാങ്കിൽ ഒഴിച്ച് അത് വരുന്ന വഴിയും അത് സ്പ്രേ ചെയ്യുന്ന രീതികളും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ജോധ അക്ബർ മൂവിയിൽ കാണുന്ന അവർ ആ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പാത്രമാണ് പോലെ ഇത്. അത്രയും ഇടുന്നുള്ളൂ, ഡീറ്റെയിൽ ആക്കുന്നില്ല കേട്ടോ. ഇതാ ജൽമഹലാണ്. ഇപ്പോൾ അത് റെസ്റ്റോറൻ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പോകുന്ന വിസിറ്റേഴ്സിനൊക്കെ അത് തുറന്നു കൊടുക്കുന്നൊക്കെയാണ് പറയുന്നത്. ജയ്പൂരിലത്തെ ടൗണിലുള്ള രാത്രി കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. ഈ കാണുന്നതാണ് ഹവാ മഹൽ. അത് പണ്ട് ഈ കൊട്ടാരത്തിലുള്ള സ്ത്രീകൾക്കൊക്കെ ഈ നാട്ടിലെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അവിടെയാണ് അവർ വന്നിരിക്കുക. അപ്പോൾ അത് ഒറ്റൊരു ഫൗണ്ടേഷനിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. രാത്രിയൊക്കെ നല്ല വെളിച്ചവും നല്ല തിരക്കൊക്കെ ഉള്ള ഒരു ടൗൺ തന്നെയാണ് ജയ്പൂർ കേട്ടോ. നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലാണ് ജയ്പൂരിൽ. നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ ക്യാമറ അലോ ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. നമ്മൾ ജയ്പൂരിലെ ലാസ്റ്റ് ഡേയും കൂടെ ആണിത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഹവാ മഹൽ രാത്രിയാണല്ലോ കണ്ടത്. ബസ്സിൽ ഇങ്ങനെ വരുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഹവാ മഹലിൻ്റെ പകലത്തെ കാഴ്ച. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നമ്മൾ ജന്തർ മന്ദർ കാണാൻ പോയി. ജന്തർ മന്ദറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് വാച്ചൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഈ സൂര്യൻ്റെ വെളിച്ചത്തിലുള്ള നിഴലൊക്കെ നോക്കിയിട്ടാണ് ടൈമും ദിവസവും മാസവും അതേപോലെ കുട്ടികളുടെ ജാതകം അടക്കം അവർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ തന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പപ്പറ്റ് ഷോ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇതില്ലേ പാവപ്പെട്ട്
തന്നെ ഉള്ള ഒരു പാലസ്, എനിക്ക് പേര് മറന്നു, സിറ്റി പാലസ് അങ്ങനെ എന്താ കൂടെ ആയിരുന്നു. അവിടെ ഇപ്പോഴും ഈ രാജാക്കന്മാരുടെ ആ ഒരു ഫാമിലി ഇപ്പോഴും താമസിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സൈഡിൽ അതവിടെ ക്ലോസ്ഡ് ആണ്, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടും പോകാം. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പണ്ട് ആ ഒരു റൂളിംഗ് ടൈമിൽ ഗസ്റ്റുകളിനൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രിങ്ക് വെക്കാനുള്ള വലിയ ഒരു ജഗ്ഗാണ് കണ്ടത്. പിന്നെ നമ്മൾ വേറൊരു പാലസിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ചെറിയ പാലസ് തന്നെയെന്ന് എൻ്റെ ഓർമ്മ. അതിപ്പോൾ ഒരു മ്യൂസിയം ആക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ പഴയ പാത്രങ്ങളും ഈ ചൈനീസ് ടൈപ്പിലുള്ള പാത്രങ്ങളും ആയുധങ്ങളും അങ്ങനെയൊക്കെയാണ്, തോക്ക്, കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. കാണാനും ഒരുപാടുണ്ട്, 1.5 മണിക്കൂറോളം നടന്ന് കാണാനുള്ള അത്രയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ജയ്പൂരിലെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ പോയത് ബിർള മന്ദിറാണ്. ബിർള ഗ്രൂപ്പിൻ്റെ ഒരു ടെമ്പിളായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുമായിരുന്നു. 5 ദിവസത്തെ കാഴ്ചകൾ ഞാൻ വളരെ ചുരുക്കി കട്ട് ചെയ്തിട്ട് വളരെ ചെറിയ ഒരു കുറച്ച് സമയത്താക്കി കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതേപോലെ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു യാത്ര, സന്തോഷകരമായിട്ടുള്ള യാത്രയാണ് ആഗ്രഹിക്കണമെങ്കിൽ ഫോർച്യൂണിനെ അപ്രോച്ച് ചെയ്യുക. നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവർക്കും സെയിം അഭിപ്രായം തന്നെ ആയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.